അതായത് ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറും തിങ്കളും നമ്മുടെ PSCയുടെ സൈറ്റിലെ ഒരു അപ്ഡേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സൈറ്റിലൊന്നും കയറാൻ പറ്റത്തില്ല. സൈറ്റൊക്കെ ബ്ലോക്ക് ആയിരിക്കും എന്നാണ് അറിയിച്ചത്. ഈ ഒരു അറിയിപ്പ് പറയാണ്. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി LGS ലിസ്റ്റിനെ പറ്റിയാണ്. അതായത് ഒരുപാട് പേര് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ലിസ്റ്റാണ് നമ്മുടെ ഈ കേരള യൂണിവേഴ്സിറ്റി LGS ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ്. ഒരുപാട് പേര് ആഗ്രഹിച്ച് എഴുതി സ്റ്റേയും കോടതി കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരുന്നു ഇത്ര നാൾ. നമ്മൾ വളരെ ഒരു വിഷമത്തോടാണ് ഞാൻ ഈ വീഡിയോക്കകത്ത് വരുന്നത്. കാരണം വെച്ചാൽ എല്ലാവരും വളരെ പ്രതീക്ഷിച്ചോ നല്ലോണം ഇത് പഠിച്ച് നല്ല എഴുതിയൊരു ലിസ്റ്റാണ്. ഇതിനകത്ത് പറയാൻ ഏറ്റവും വലിയ നല്ലൊരു ഇതിനകത്ത് അനീതികേടാണ് ഇതിനകത്ത് കാണിച്ചത്. കാരണം ഇത്രയും ഒരു മാർക്ക് 81 മാർക്കിന്റെ കട്ട് ഓഫ് വെച്ച് ഏറ്റവും വലിയ വിദ്യാർത്ഥികളോട് കാണിച്ച ഒരു വല്ലാത്ത ഒരു അനാസ്ഥയാണ്. കാരണം 96 കഴിഞ്ഞ് 91 10, അതായത് വെറും 10 മാർക്ക് ഡിഫറൻസ്. ബാക്കിയെല്ലാം ഡിലീഷൻ കാര്യങ്ങളൊക്കെ അതിന് ശേഷം വെറും 10 മാർക്കിന്റെ കുറവിലാണ് കട്ട് ഓഫ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ ഹാൻഡിക്യാപ്ഡ് എടുത്ത് നോക്കിയാലും നമ്മൾ ലിസ്റ്റിനകത്ത് ഒരു ജില്ലയിൽ നിന്ന് ഒരു ഹാൻഡിക്യാപ്ഡിനെ പോലും എടുത്തിട്ടില്ല. അതായത് വൈകല്യമുള്ളവരെ ഇപ്പം ലോ വിഷൻ ആയാലും ഹിയറിംഗ് ആയാലും ലോക്കോമോട്ടോ പോലെ എടുത്തിട്ട് പോലും ഒരു ജില്ലയിൽ നിന്ന് ഒരാളെ പോലെയും എടുത്തിട്ടില്ല. അത് വല്ലാത്ത ഒരു കഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് പ്രതീക്ഷയോടെ ഒരുപാട് എഴുതിയ ഒരു ലിസ്റ്റാണ്. ആദ്യമായിട്ട് പറയാം, ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, എനിക്ക് ലിസ്റ്റിലില്ല. എനിക്ക് 75 എബോളം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലെ നമ്മൾ വേറെ ഒരു 5-6 മാർക്കിനാണ് നമ്മൾ കുറെ പോയി നിൽക്കുന്നത്. ഇനി വരുന്ന LGS ലാസ്റ്റ് ഗ്രേഡ് സർവന്റ്, കേരള ബാങ്ക് OA, ഇതെല്ലാം ഇനി ആ ലിസ്റ്റുകൾ വന്നുകൊണ്ട് ഇനി അടുത്ത ലിസ്റ്റുകൾ വരുന്നവരെല്ലാം ഈ ലിസ്റ്റിൽ കാണും, ഉറപ്പായിട്ടും കാണും. LDക്ക് പഠിച്ച മിക്ക ആൾക്കാരും ഈ ലിസ്റ്റിൽ കാണും. അവരെല്ലാം എന്തൊക്കെയാലും കേരള യൂണിവേഴ്സിറ്റി ഇത് തിരഞ്ഞെടുക്കും എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും LDക്കകത്ത് ഉള്ളവർ ഇതിനകത്ത് ലിസ്റ്റിൽ കാണുമെങ്കിലും ഒരുപാട് ലിലീഷനും NJDയും വരുന്ന ഒരു ലിസ്റ്റാണ് ഈ കേരള യൂണിവേഴ്സിറ്റി. എന്നിട്ടും അവർ എടുത്തേക്കുന്നത് വെറും തുച്ഛമായ ആൾക്കാരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ലിസ്റ്റ് എടുത്ത് ഏറ്റവും വലിയ ഖേദകരമാണ് നമുക്ക് പറയാനുള്ളത്. ഒരുപാട് പേര് വളരെ പ്രതീക്ഷിച്ച് ലിസ്റ്റ് വരും, ഇന്ന് വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്നും പറഞ്ഞ് ഇങ്ങനെ കാത്തിരുന്ന് എല്ലാവരും പ്രതീക്ഷയും പോയി. എനിക്ക് തന്നെ ഒരുപാട് പേര്, ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് പേര് എന്നെ പേഴ്സണലായിട്ട് വിളിക്കുന്നവരുണ്ട്. അല്ലാതെ എന്ന് ലിസ്റ്റ് വരുന്നത് എനിക്ക് ഇത്ര മാർക്കുണ്ട്, എനിക്ക് 80 മാർക്കുണ്ട്, 75 മാർക്കുണ്ട്, 70 മാർക്കുണ്ട് എന്നും പറഞ്ഞൊക്കെ ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ടായിരുന്നു. ലിസ്റ്റ് വരുമോ ഇതേയുള്ള പ്രതീക്ഷ എന്നും പറഞ്ഞിട്ട്. അവരൊക്കെ വല്ലാത്ത ഒരു എന്തൊക്കെയാലും കാണിച്ച ഏറ്റവും വലിയൊരു ഇതാണ്. PSCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ എന്താണ് ഇങ്ങനെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പൊ ഉള്ള ലിസ്റ്റുകളും LD ആയാലും LG ആയാലും LGS ആയാലും എല്ലാ ലിസ്റ്റിൽ നിന്നും ആൾക്കാരെ എടുക്കുന്നതും ഇല്ല. വെറും തുച്ഛമായ ആൾക്കാരെ മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് ഇനി 1 ഇയർ ഉള്ളു ഈ വന്ന LDയും LGSും. ഇനി 1 ഇയർ ഇല്ല, ഇനി ഒരു 8-9 മാസത്തോളം ഉള്ളു. ഇനി ഈ ജൂലൈ ആകുമ്പോൾ അതും മയ്യത്താവും ആ ലിസ്റ്റുകൾ. അങ്ങനെ അടുത്ത ലിസ്റ്റ് ഇങ്ങനെ LDയും LGSും വരും. വീണ്ടും ആൾക്കാർ പഠിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈ പഠിച്ചിട്ടുള്ളവർ ഈ ഇത്രയും മാർക്ക് കുറവിന് ഇവർ കട്ട് ഓഫ് ഇടുന്ന ഈ കൂടിയ മാർക്കിനാണ് കട്ട് ഓഫ് ഇട്ടേക്കുന്നവർ. കാരണം വളരെ വിഷമത്തോടെ എനിക്ക് ഒരുപാട് പേര് വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് ഇത്ര മാർക്കുണ്ട്. 80 മാർക്കും 80.5 ആ മാർക്കുള്ളവർ പോലും ഇതിനകത്ത് വന്നിട്ടില്ല, ലിസ്റ്റ് വന്നിട്ടില്ല. അവർക്കൊക്കെ എന്ത് വിഷമം ഉണ്ടായിരിക്കും. ആ ലിസ്റ്റിൽ വരാത്തതിന്റെ ഒരു വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം വെറും 1/2 മാർക്കിനൊക്കെ അവർ പോയിട്ടുള്ളത്. വളരെ ഖേദകരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പം എന്തൊക്കെയായാലും ഞാൻ അറിഞ്ഞത് നമ്മളെ സുഹൃത്തുക്കള് ചേർന്ന് ഇതിന് കേസ് കൊടുക്കാനായിട്ട് പോകുന്നതാണ് ഞാൻ അറിഞ്ഞത്. ഇതിന് കേസുപരമായിട്ട് നീങ്ങാനാണ്. കാരണം ഇത്രയും ലിസ്റ്റുകളും ഒക്കെ ഇനി അടുത്ത ലിസ്റ്റുകളൊക്കെ വരുന്ന ഇത് സാഹചര്യത്തില് ഇതെന്തൊക്കെയാലും അടുത്ത ലിസ്റ്റ് വരുമ്പോൾ ഈ ഇത്രയും തുച്ഛമായ ആൾക്കാരെ വെച്ച് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാലും ഒരു 1.5 വർഷം കഴിയുമ്പോഴത്തേന് ലിസ്റ്റ് ക്യാൻസൽ ആയി കഴിയുമ്പോഴത്തേന് പിന്നെ ഇതിനകത്തുനിന്ന് എടുക്കാൻ ആള് കാണത്തില്ല. കാരണം ഇനി LD ഉണ്ട്, LGS ഉണ്ട്. ഈ ലിസ്റ്റുകളെല്ലാം ഇനി അടുത്ത ഇതിനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം LD കഴിഞ്ഞ് ഇനി LGS വരുന്നുണ്ട്, അതുകഴിഞ്ഞ് കേരള ബാങ്ക് ഉണ്ട്.
ഇതിനൊക്കെ ഉള്ളവരെല്ലാം ഈ ലിസ്റ്റിനകത്ത് എന്തൊക്കെയാലും പെടുമെന്ന് 100% ഉറപ്പാണ്. കാരണം ഈ 81 മാർക്ക് വായിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ എന്തെങ്കിലും ബാക്കിയുള്ള ലിസ്റ്റിനകത്തും വരുമെന്ന് 100% ഉറപ്പാണ്. അത്യാവശ്യം എന്തെങ്കിലും അവസാനം ചാൻസ് ഉള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പിന്നെ ഇതിനകത്ത് പറ്റുന്നൊരു അവസരം എന്ന് പറയാൻ വേറെ ഒരു ഇതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് വേറെ ആൾക്കാർ കയറി കൂടിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയല്ലേ, ഇപ്പം ഹാൻഡിക്യാപ്റ്റഡ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയാൻ ലോ വിഷൻ ഉള്ള കാര്യമാണ് പറയുന്നത്, ഇല്ലാത്ത കാര്യമല്ല പറയുന്നത്. നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. ഞാനിതൊരു ഇന്റർവ്യൂവിന് പോയ സമയത്ത് തന്നെ, ഒരു ഇന്റർവ്യൂവിന് എനിക്ക് പങ്കെടുക്കാൻ എന്തുവാ എനിക്കൊരു ഇവിടെ അടുത്ത് തന്നെ ഒരു സ്കൂളിലേക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂവിന് പോയ സമയത്ത് തന്നെ ആ ഇന്റർവ്യൂവിന്റെ എന്തുവാ ഞാൻ ആ ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ പുറത്തേക്കാണ്. ഒരു ഹാൻഡിക്യാപ്റ്റ് ഉണ്ടായിരുന്നു, ലോ വിഷൻ ആയിരുന്നു. അങ്ങനെ ഞാൻ ആ ഫാദറുമായിട്ട് സംസാരിച്ച സമയത്ത് ഫാദർ പറഞ്ഞ് എന്റെ മോക്ക് ഞാൻ പറയാം എത്ര ശതമാനം കാഴ്ചക്കുറവുണ്ട്, അത് 40% കാഴ്ചക്കുറവേ ഉള്ളൂ. അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് 40% കുറവുള്ളവർക്കാണ് ഇതിന്റെ ജോലി സാധ്യതയുള്ളത്, മേളിലുള്ളവർക്ക്. എന്റെ അത് സത്യം പറഞ്ഞ ഞാൻ ഫാദർ പറഞ്ഞ പുള്ളിക്കാരിയുടെ ഫാദർ എൻ്റെ പറഞ്ഞാണ്, പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യമാണ്. അവര് മുനിസിപ്പാലിറ്റി കണ്ട് നിന്ന് ജോലിയിലായിരുന്നു. അപ്പൊ പറഞ്ഞാണ് എന്തുവാ അത് അവർക്ക് 40 ഇല്ല, 25% കാഴ്ചക്കുറവേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ സർട്ടിഫിക്കറ്റ് ആക്കാൻ വേണ്ടി ഇതുപോലെ മുൻഗണന കിട്ടുമല്ലോ, അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്തതാണെന്ന്. ഞാനാണെങ്കിൽ അങ്ങ് ഇതായിപ്പോയി ഇങ്ങനെ കേട്ടൊക്കെ. അതായത് അർഹതപ്പെട്ടവരുടെ ഒരു സ്ഥാനമാണ് പോകുന്നത്. അതായത് ഇവര് പോയിട്ട് എന്തുവാ മറ്റുള്ള ഈ അർഹതയില്ലാത്ത ആൾക്കാരുടെ ഈ ഇത് പിടിച്ചു വാങ്ങിയെടുക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 40% ആഴ്ചക്കുറവുള്ളവർക്കും ഈ സ്ക്രൈബിനെ കൊടുക്കുന്നുണ്ട്. ആ സ്ക്രൈബിനെ കൊടുക്കുമ്പം ഈ ഇവർക്ക് എഴുതാനും പറ്റും, വായിക്കാനും പറ്റും, അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും പറ്റും. നോക്കി സാധാരണ മനുഷ്യരുടെ കൂട്ട് തന്നെ 40% കാഴ്ചക്കുറവുള്ളവർ മിനിമം ഒരു 60% മേളിലുള്ളവർക്കാണ് വായിക്കാൻ ബുദ്ധിമുട്ട്, എഴുതാനും ബുദ്ധിമുട്ട് വരുന്നത്. ഈ 40% കാഴ്ചക്കുറവുള്ളവർക്ക് എഴുതാനും പറ്റും, വായിക്കാനും പറ്റും. ബൈക്ക് ഓടിച്ച് വരെ ഓഫീസിൽ പോകുന്ന എനിക്ക് എത്ര പേരെ അറിയാമെന്നറിയോ, ഓയായിട്ട് വർക്ക് ചെയ്യുന്ന. അങ്ങനെ ഒരുപാട് പേര് ബൈക്ക് ഓടിച്ച് തന്നെ പോയി ഓയായിട്ട് വർക്ക് ചെയ്യുന്ന കാഴ്ചക്കുറവിന്റെ ഈ ഒരു എന്തുവാ റിസർവേഷൻ രീതിയിൽ കയറി ഈ മറ്റുള്ളവരുടെ ഈ ഇത് പിടിച്ചു പറ്റി. അതായത് ഇവര് പഠിച്ച് നോക്കിയൊക്കെ എഴുതിയ ആൾക്കാരുടെ സാധാരണപ്പെട്ട ആൾക്കാരുടെ കൂട്ട് തന്നെ പഠിച്ചിട്ട് ഇവര് ഒന്നാം റാങ്കിലൊക്കെ വരും. ലോ വിഷൻ കാറ്റഗറി 1ാം റാങ്ക് വന്ന് ഫസ്റ്റിലേക്ക് കയറി ഇവരങ്ങ് പോകും. ലാസ്റ്റ് ഈ 80% കാഴ്ചക്കുറവുള്ളവരും 70% കാഴ്ചക്കുറവുള്ളവരും ലാസ്റ്റ് അവിടെ കടന്ന് ഈ ഒരു അവസ്ഥയാണ് ഇപ്പം കേരള PSC നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. അതായത് 30% ഉണ്ടെങ്കിൽ തന്നെ ആയാലും ഇവര് 40 വെച്ചാണ് എടുക്കുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. നമ്മളുള്ള കാര്യമാണ് പറയുന്നത്. കാരണം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറഞ്ഞ ഇതാരും പറഞ്ഞ് കേട്ടറിവില്ല. എനിക്കും ചെറിയൊരു കണ്ണിന് പ്രോബ്ലം ഉള്ളതാണ്. അപ്പൊ എനിക്കും ഇത് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഞാൻ ഇതിന്റെ മുൻനിരയിൽ ഇറങ്ങി പോകുന്ന ആളാണ്. അപ്പം ഈ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഇപ്പം കാഴ്ച ഉള്ളവരുടെ ഒരു വേക്കൻസി കൂടി പോവാ. ഒന്നാമത്തെ കാര്യം. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ കാഴ്ച ഉള്ള ആൾക്കാർ എഴുതുന്നത്, ഇവരാണെങ്കിൽ ഇത്രയും കാഴ്ചക്കുറവ് വെച്ചിട്ട് സർട്ടിഫിക്കറ്റ് മാറ്റി സ്ക്രൈബിന്റെ ഒരു ഇതിൽ പോയി ഇരുന്ന് എഴുതും. 15 മിനിറ്റ് അവർക്ക് എക്സ്ട്രാ കൊടുക്കുകയും ചെയ്യും. കാഴ്ചക്കുറവുള്ളവർക്ക് 15 മിനിറ്റ് എക്സ്ട്രാ കൊടുക്കുകയും ചെയ്യും. അവരുടെ സ്ക്രൈബിന്റെ അവർക്ക് ആനുകൂല്യം കിട്ടുകയും ചെയ്യും. നേരത്തെ ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നു, അപ്പൊ അതെടുത്ത് കളഞ്ഞ് ഇപ്പൊ 4% സംവരണമാക്കിയേക്കുവാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്തെങ്കിലും അധികാരികൾക്ക് കുറെ വട്ടം ഇതിന്റെ നിവേദനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, സംഘടനാപരമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ഇതുപോലെ 40% ഉള്ളത് മാറ്റിയിട്ട് 60% ആക്കണമെന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആനുകൂല്യം. അല്ലെ സാധാരണപ്പെട്ടവരുടെ വോട്ട് തന്നെ ഇവരും വന്ന് എഴുതി നേടിക്കൊണ്ടു പോകും. അതായത് ഞാൻ ലോഷന്റെ കാറ്റഗറിയും അതുപോലെ മറ്റുള്ള കാറ്റഗറി ഹിയറിംഗ് ലോക്കോമോട്ടോറൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേന് ഒരു ജില്ലയിൽ നിന്ന് ഒരാളെ പോലും എടുത്തില്ല. വെറും 11 പേരെയാണ് ലോഷൻ കാറ്റഗറിയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. 14 പേരെ എടുക്കേണ്ട ഇതിൽ നിന്നും വെറും 11 പേരെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരാളെ പോലും ഒരു ജില്ലയിൽ നിന്ന് വന്നിട്ടില്ല.
ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് കണക്ക് ചെയ്യത്തില്ല. എന്തെങ്കിലും ലോഷൻ കാറ്റഗറി സ്ക്രൈബിനെ വെച്ച് എഴുതുന്ന 80% മേളിൽ കാഴ്ചക്കുറവുള്ളവർ എന്തെങ്കിലും കണക്ക് അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. 10 മാർക്കോളം അവരുടെ പോകും. അങ്ങനെയുള്ളവർ എങ്ങനെ ഈ 81 മാർക്ക് കട്ട് ഓഫ് വെച്ച് എങ്ങനെ കയറും? ചിലപ്പോൾ ഇവർക്ക് പ്രത്യേകം കട്ട് ഓഫ് ആണെങ്കിൽ തന്നെ ആയാലും ഇവർക്ക് പ്രത്യേകം കട്ട് ഓഫ് ആണ്. പക്ഷെ കട്ട് ഓഫ് ആണെങ്കിൽ തന്നെ വെറും 11 വരെയാണ് ഇവർ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ എന്തൊക്കെയായാലും കേസുപരമായിട്ട് നീങ്ങുന്നുണ്ട്. എന്തെങ്കിലും എല്ലാവരുടെയും സപ്പോർട്ട് വേണം. കാരണം എന്തെങ്കിലും ഇനി മുൻകൂട്ടി അറിയിക്കുന്നുണ്ട്. എന്തെങ്കിലും ഇതിലേക്ക് അതിന് പോയാലേ പറ്റത്തുള്ളൂ. അല്ല ഈ ഒരു 81 മാർക്കില് കാര്യമില്ല. കാരണം വെച്ചാൽ ഇത് വലിയ കട്ട് ഓഫ് ആണ്. സ്റ്റേറ്റ് വൈഡ് ആയിട്ട് പോലും 10,000 മേളിൽ ആൾക്കാരെ എടുക്കാൻ സാധ്യത ഉണ്ടായിട്ട് പോലും 2016 ഇതിന്റെ ഇത് വന്നത്. അന്നോട്ടുള്ള വേക്കൻസിയും കാര്യങ്ങളും. ഇപ്പൊ എന്റെ സുഹൃത്ത് കോളേജ് വർക്ക് ചെയ്യുന്ന അവൻ തന്നെ പറയുന്നത് അവിടെ മഹാത്മാഗാന്ധി കോളേജാണ്. അവരാണെങ്കിൽ ആവുമ്പോ തന്നെ പറയണ ഇതുപോലെ അവിടെ തന്നെ വേക്കൻസി ഇഷ്ടം പോലെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ 1000 മേളിൽ കേൾക്കേണ്ട ആൾക്കാരെ ഇത്തരം വരെ ഒരു കുറഞ്ഞ ഒരു ചുരുങ്ങിയ ലിസ്റ്റിൽ നിന്നാണ് എടുക്കേണ്ടത്. അങ്ങനെ ഒരുപാട് NJDകൾ വരും. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെയാലും നമ്മൾ കാത്തിരുന്ന ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞിരുന്നതാണ്. ഞാൻ അന്ന് വീഡിയോ ഇട്ടപ്പോഴും വലിയ സന്തോഷത്തോടെ എടുത്തത്. പക്ഷെ ഞാൻ ഇട്ട് ലിസ്റ്റ് നോക്കിയപ്പോ ഇല്ല. കാരണം എനിക്ക് വരുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നു. കാരണം എന്നാലും ഇത്രയും 85 ഞാനൊരു 72 69 68 ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ 72 മാർക്കാണ് ഞാൻ ഇതിനകത്ത് കട്ട് ഓഫ് പ്രതീക്ഷ. പക്ഷെ നമ്മുടെ പ്രതീക്ഷ പോലല്ല. പല യൂട്യൂബേഴ്സും പറഞ്ഞിട്ടുണ്ട് എന്താ 60 മാർക്ക് 65 മാർക്ക് 68 മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മള് പ്രതീക്ഷിക്കുന്നതല്ലല്ലോ. എന്തൊക്കെയാലും PSCയുടെ കാര്യങ്ങളൊക്കെ അല്ലേ. എന്തൊക്കെയാലും ആരും വിഷമിച്ചൊന്നും ഇരിക്കേണ്ട. ഇനിയുള്ള എന്തൊക്കെയാലും നല്ല രീതിയിൽ പഠിച്ച് നല്ല ഇതായിട്ട് മുന്നോട്ട് തന്നെ പോകും. എന്തൊക്കെയാലും ഒരിക്കൽ കിട്ടും. ഞാൻ 10 വർഷം കൊണ്ട് എഴുതുന്നതാണ്. ഞാൻ 2013 തൊട്ട് ഞാനാണെങ്കിൽ എക്സാം എഴുതാൻ തുടങ്ങിയാണ്. എല്ലാ വർഷവും എക്സാമിന് എല്ലാ പ്രാവശ്യവും ലിസ്റ്റ് വരുന്നുണ്ട് തകൃതിയായിട്ട്. ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. ലിസ്റ്റ് വന്നുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട്. കഴിഞ്ഞ LGS-നകത്ത് ഉണ്ടായിരുന്നു, LD-ക്കകത്ത് ഉണ്ടായിരുന്നു, ELD-ക്കകത്ത് ഉണ്ട്, ELGS-നകത്ത് ഉണ്ട്, VFA-ക്കകത്ത് ഉണ്ട്. ഇപ്പോഴും എന്തൊക്കെയാലും ഞാനാണെങ്കിൽ ഇങ്ങനെ തുടർന്ന് പോവുകയാണ്. ഞാൻ എഴുത്ത് നിർത്തിയിട്ടില്ല. എന്തൊക്കെയാലും നമ്മൾ നേടുന്നൊരു നമുക്ക് ആത്മവിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും നേടിയിരിക്കും നമ്മൾ. അത് ഏതൊക്കെ ആൾക്കാർ എന്തൊക്കെ തടസ്സം നിന്നാലും ഏതൊക്കെ മാർക്ക് കൂട്ടി അവരിട്ടാലും എന്തൊക്കെ ക്വസ്റ്റ്യനിൽ മാറ്റം വരുത്തിയെന്ന് പറഞ്ഞാൽ നമ്മൾ നേടുമെന്ന് പറഞ്ഞാൽ നേടിയിരിക്കണം. അതിപ്പം പകുതിക്കിട്ടിട്ട് പോകാനല്ല നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് നേടിയിരിക്കണം. കാരണം അവർ എത്ര ആളെ കുറച്ചെന്ന് പറഞ്ഞാലും മുന്നിൽ വരണം. കാരണം ഞാനാണെങ്കിൽ 2018 തൊട്ടാണ് ഞാൻ ലിസ്റ്റ് വരാൻ തുടങ്ങിയത്. 2013 എഴുതാൻ തുടങ്ങി. 2018 തൊട്ട് ലിസ്റ്റ് വരാൻ തുടങ്ങിയത്. ആദ്യം ലിസ്റ്റ് വന്ന് ഗാർഡൻ ആൻഡ് ഡ്രഗ്സ് ആൻഡ് ഫാർമസി ഒപ്റ്റിക്കൽ 526/2013 പറഞ്ഞൊരു തസ്തികയായിരുന്നു. അത് ആ ലിസ്റ്റിൽ നിന്ന് വെറും 35 വരെ എടുത്തിട്ടുള്ളായിരുന്നു. ഞാനാണെങ്കിൽ എന്റെ 101 റാങ്ക്. അന്നോട്ട് എഴുതാൻ തുടങ്ങി. അതിന് ലിസ്റ്റ് വന്ന് കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കഴിഞ്ഞ LGS-നകത്ത് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതും കിട്ടിയില്ല. ഇപ്പൊ ഈ LGS ഉണ്ട്, ഈ LD ഉണ്ട്. അതിപ്പോ മരിക്കും. എന്തൊക്കെയാലും 9 മാസം ആകുമ്പോൾ ആ ലിസ്റ്റ് മരിച്ചു കഴിയുമ്പം അതിനകത്ത് വിളിക്കത്തില്ല. ഇപ്പൊ അടുത്ത VFA അടപ്പുണ്ട്. ഇനി 97 വരെ വിളിക്കണം, എന്നെ വിളിക്കണമെങ്കിൽ. അപ്പൊ എന്തൊക്കെയാലും എല്ലാരും ആരും വിഷമിക്കാനൊന്നും വേണ്ട. ഇനി എന്തൊക്കെയാലും പൊരുതി തന്നെ നേടുക. എന്തെങ്കിലും തോറ്റു കൊടുക്കാൻ പാടില്ല. നമ്മൾ ഒരിക്കലും PSCയുടെ മുന്നിലോ മുന്നിലോ തോറ്റു കൊടുക്കാൻ പാടില്ല. അവരെന്തൊക്കെ അടവുകൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്നു അതിന്റെ അപ്പുറം അടവുകൾ നമ്മൾ നേടുക. കാരണം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അതിനകത്ത് പിന്നെ നെഗറ്റീവ് കമന്റ് ഇടുന്നവരുണ്ട്. അവരിടുന്നെങ്കിൽ ഇട്ട കുഴപ്പമൊന്നുമില്ല. ഇപ്പം നെഗറ്റീവ് പറയാത്ത ആൾക്കാരില്ല, പോസിറ്റീവ് പറയാത്ത ആൾക്കാർ, നെഗറ്റീവ് മാത്രം പറയാനിരിക്കുന്ന ആൾക്കാർ. എല്ലാവരും പറയുന്നുണ്ട് വീഡിയോക്കകത്ത് വന്നിട്ട് തള്ള് മാത്രമല്ലേ തള്ള്. ഒരു ആള് വീഡിയോക്കകത്ത് അതും ഇതൊക്കെ തള്ളുന്ന എന്തിനാന്ന് അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ടായിരിക്കും. അപ്പം അവരോട് എനിക്കെന്ന് പറയാനുള്ളത്, അവര് തള്ളി ഇങ്ങനെ നെഗറ്റീവ് ഇട്ടോ കുഴപ്പമില്ല, എനിക്ക് വിഷയമില്ല. അവര് എത്ര വേണമെങ്കിലും